ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഇഡ്ലീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മധുരമുള്ള ഇഡ്ലീസ്, വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി. 3 തരത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന്, ഡേറ്റ്സ് ഉണ്ട്. അതിനുവേണ്ടി 3-4 ഡേറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ബൗളിൽ റാഗി പൗഡർ, ഞാൻ എടുത്തിരിക്കുന്ന സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. 2 ടേബിൾ സ്പൂണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണ് പനങ്കൽക്കണ്ടത്തിൻ്റെ പൊടി. മൂന്നാമത്തെ ബൗളിലേക്ക് ശർക്കരേൻ്റെ പൗഡർ, ജാഗറി പൗഡറാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ജാഗറി പൗഡർ. ശർക്കര നമുക്ക് വേണ്ടി ഉരുക്കിയാണെങ്കിലും ആ ലിക്വിഡ് 2 ടേബിൾ സ്പൂണ് ഇടാം കേട്ടോ. ഡേറ്റ്സ്, സോക്ക് ചെയ്ത ഡേറ്റ്സിൻ്റെ ബൗൾ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. റാഗി പൗഡറും ജാഗറി പൗഡറുള്ള ബൗളിലേക്ക് നമുക്ക് മാവ്, ആവശ്യത്തിനുള്ള ഇഡ്ഡലി മാവ് ചേർക്കാം. സ്പ്രൗട്ടഡ് റാഗി പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. നമുക്ക് സാധാ റാഗി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ജസ്റ്റ് റാഗി പൗഡർ ഇട്ടാൽ മതി. ഇത് സ്വീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പനങ്കൽക്കണ്ടത്തിൻ്റെ പൊടിയിട്ടിരിക്കുന്നത്. അതിന് പകരം ജാഗറി പൗഡർ വേണമെങ്കിൽ നമുക്കിടാം. ജാഗറി ഇഡ്ലിയിലേക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും 1 നുള്ള് ഏലക്കപ്പൊടി ഇടുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ നല്ലതായിരിക്കും, കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അത് ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ 1 നുള്ള് ഇട്ടാൽ മതി. ഇഡ്ലി പാത്രത്തിലേക്ക് നെയ്യ് നന്നായിട്ട് പുരട്ടിയ ശേഷം മാവ് ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണ മുമ്പ് ഇതിനകത്ത് കുറച്ചും കൂടെ സ്വീറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഗ്രേപ്സ്, കിസ്മിസ് അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്ത് എടുക്കുക. ഡേറ്റ്സ് ചേർത്തുള്ള ഇഡ്ഡലി ഇതുപോലെ നമ്മൾ സാധാ ഇഡ്ഡലി കുക്ക് ചെയ്തെടുത്ത ശേഷം ഒരു ഹാഫ് ഇഡ്ഡലി, അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുക. ഈ കഷ്ണങ്ങളിലേക്ക് 1/2 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് പാലൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. 2-3 ഡേറ്റ്സ് സീഡ്ലെസ് ആക്കുക. ആ കുരുകളൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ സ്മാഷ് ചെയ്ത് എടുക്കുക. ഒരു ഫോക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്മാഷർ കൊണ്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക. 6 മാസം കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു സ്വീറ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. മിക്സിയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഒരു ഫുൾ ഇഡ്ഡലി വേണമെങ്കിൽ എടുക്കാം. അതിനകത്ത് ഡേറ്റ്സ് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പാലിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ അതും കൂട്ടാം കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇഡ്ഡലി പാത്രം ഞാൻ പുറത്തേക്ക് എടുത്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇഡ്ഡലി. നനഞ്ഞ സ്പൂൺ കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ എടുക്കാം. നനഞ്ഞ സ്പൂൺ കൊണ്ട് എടുക്കുമ്പം അത് ഒട്ടാതെ ഫുൾ ഇഡ്ഡലി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 6 to 12 months ഉള്ള ബേബീസിന് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയ ശേഷം പീസസ് ആക്കിയിട്ട് ഒന്നല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക്, ഫോർമുല മിൽക്ക് ചേർത്തിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് അവർക്ക് കൊടുക്കുക കേട്ടോ. സോഫ്റ്റ് ആൻഡ് യമ്മി ഇഡ്ഡലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.